നമ്മുടെ സർക്കാരിന്റെ കഷ്ടകാലം ഇതുവരെയായിട്ടും മാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ് സർക്കാരിന്റെ ഓരോ കള്ളിയും വെളിച്ചത്ത് വരാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തോൽവി നേരിടേണ്ടി വന്നത്. എന്നാൽ ഇപ്പോഴും അതിൽ യാതൊരു മാറ്റവുമില്ല എന്നതാണ് ശ്രദ്ധേയം. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായ ആന്റണി രാജുവിനെതിരെയുള്ള തൊണ്ടിമുതൽ കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ആന്റണി രാജുവിനെതിരെ പൊങ്ങി വന്ന തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന കേസ് സർക്കാരിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന് ഇപ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന അവസ്ഥയാണ്. MLA ആയതുകൊണ്ട് ഈ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് നിന്നും ഇപ്പോൾ ഇയാൾ അയോഗ്യനാണ്. എന്നാലും പണികൾ ഇതുകൊണ്ട് തീരുന്നില്ല. തൊണ്ടിമുതൽ കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചതോടെ MLA സ്ഥാനം നഷ്ടമായ ആന്റണി രാജുവിന്റെ അഭിഭാഷക പട്ടവും നഷ്ടമാകുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ വക്കീല് കൂടിയായ ആന്റണി രാജുവിനെതിരായ അച്ചടക്ക നടപടി ബാർ കൗൺസിൽ ഇന്ന് പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആന്റണി രാജുവിന് അതിനിർണായകം തന്നെയാണ്. ഇന്ന് ചേരുന്ന ബാർ കൗൺസിൽ യോഗത്തിലായിരിക്കും ആന്റണി രാജുവിന്റെ അഭിഭാഷക പദ്ധതി മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ബാർ കൗൺസിലിന്റെ 3-അംഗ അച്ചടക്ക സമിതിയാണ് വിഷയം പരിശോധിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നുള്ള നടപടികളുടെ ഭാഗമായി ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും ബാർ കൗൺസിൽ ഇന്ന് നോട്ടീസ് അയക്കും. വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും നടപടികളിലേക്ക് ബാർ കൗൺസിൽ കടക്കുക. ആന്റണി രാജുവിന്റെ നടപടി ഗുരുതരമാണെന്നും നാണക്കേടുണ്ടാക്കുന്നതാണെന്നുമാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ. കേസിൽ 3 വർഷം തടവിനാണ് ആന്റണി രാജുവിനെ നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ സർക്കാരിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു തക്ക മറുപടി തന്നെയാണത്. തുടർഭരണം കിട്ടിയതോടെ തങ്ങളാണ് രാജാക്കന്മാർ എന്ന് കരുതി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ മണ്ടന്മാരാക്കുന്ന നടപടികൾ എടുത്തതിന് പ്രതിഫലമാണിത്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനങ്ങൾ നിങ്ങളെ തറപറ്റിക്കുമെന്ന് ഉറപ്പാണ്. കള്ളന്മാർക്ക് കുട പിടിക്കുന്ന നേതാക്കളെയും മന്ത്രിമാരെയും ഇനിയും ആരും അധികാരത്തിൽ കയറ്റില്ല എന്നും തീർച്ചയാണ്. അതിനി ഏതൊക്കെ ഇടത് കോട്ടയാണെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല.